ഹലോ, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട്, കണവ. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറഞ്ഞാൽ കൂന്തൽ കിഴിയാണ് കേട്ടോ. കൂന്തൽ കൊണ്ട് കിഴി കെട്ടിയത്. അതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോ സവാള എടുത്തിട്ടുണ്ട്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല പൗഡർ, പിന്നെ നമ്മൾ സാധാ മുളക്, മല്ലി, മഞ്ഞള്, ഇത്തരം മസാലകളൊക്കെ ചേർത്തിട്ട് എങ്ങനെയാണ് നമ്മളുടെ കൂന്തൽ കിഴി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ ആദ്യം കൂന്തൽ ക്ലീൻ ചെയ്തിട്ട് ചട്ടിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്, കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സവാള അരിഞ്ഞതുണ്ട്, അതുപോലെ തക്കാളി അരിഞ്ഞു വെച്ചു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചു, തക്കാളി അരിയാണ്. അപ്പൊ അതെല്ലാം നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് മാറ്റി വെച്ചു. പച്ചമുളക് അരിഞ്ഞു, കറിവേപ്പില, അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ കൂന്തല് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു വറക്കാൻ പാകത്തിന്, ഫ്രൈ ചെയ്യാനൊക്കെ ഉള്ള പാകത്തിനാക്കിയിട്ട് കട്ട് ചെയ്തിട്ടു. ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മസാലയൊക്കെ ചേർക്കേണ്ടതുണ്ട്. നമ്മളെ സവാളയും തക്കാളിയൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് മസാലയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കി സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവം തന്നെയാണ് കൂന്തൽ കിഴി. അപ്പോ അതിന് വേണ്ടത് ഇനി ഒരു ഫ്രൈ പാൻ, ഞാനിപ്പോ മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ച് ഇനി അതും ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ആ സമയം നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ആ സമയം നമ്മളുടെ കൂന്തൽ അവിടെ ഇരിക്കുന്നുണ്ട്, അതൊന്ന് മസാല തേച്ച് വെക്കുകയാണെങ്കിൽ അത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാനുള്ളതാട്ടോ. ഇത് വേറെ മസാലയ്ക്കുള്ള കാര്യങ്ങളാണ് ഈ അടുപ്പത്ത് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ചട്ടി ചൂടായി വന്നപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു. കൂടെ പച്ചമുളകും ചേർത്ത് ഈ സവാള പെട്ടെന്നൊന്ന് വഴണ്ടു വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മള് അതൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ വരുമ്പോ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി ഒന്ന് കുഴഞ്ഞു വരുമ്പോ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, അതൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ തക്കാളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പുറത്ത് ആ ചട്ടിയിലുള്ളത് നമ്മളെ കൂന്തൽ ചെറുതാക്കി കഷ്ണങ്ങളാക്കി വെച്ചതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മസാല ഉണ്ടാക്കുകയാണ്. അത് ഒന്ന് മസാലയിൽ തേച്ച് പിടിച്ച് വെക്കട്ടെ. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പൊ അത് അവിടെ മാറ്റി വെച്ചു. ഇനി അത് വറക്കാനായിട്ടുള്ള ഫ്രൈ പാൻ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അത് ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തു, ഗരം മസാല പൗഡർ ചേർത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇനി നമ്മളുടെ ചട്ടിയുടെ ചൂടായി വന്നപ്പോ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മളെ കൂന്തൽ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മസാല തയ്യാറാക്കിയിട്ട് കൂന്തൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വറുത്തെടുത്തു. അത് വറക്കാനായിട്ട് നമ്മൾ ചട്ടിയിൽ ഇട്ട് കൊടുത്തു കേട്ടാ. കൂന്തലാണ്, സൂക്ഷിക്കണം, അത് പൊട്ടിത്തെറിക്കും. അപ്പോ നമ്മൾ അടച്ചു വെച്ച് വേണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതൊക്കെ ഞാൻ ഈ ലിഡ് വെച്ച് തന്നെയാണ് തടുത്ത് ഇങ്ങനെ വെച്ചിട്ടാണ്, മുഖത്തേക്ക് അല്ലെങ്കിൽ കണ്ണിലേക്കോ അത് പൊട്ടിത്തെറിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പോ അത് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ആ സമയം നമ്മളുടെ മസാലക്കറി തയ്യാറാക്കുന്നുണ്ടല്ലോ, അതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഇപ്പൊ നമ്മൾ തക്കാളിയും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ഒന്ന് വഴണ്ട് പേസ്റ്റ് രൂപത്തിലൊക്കെ ഒന്ന് കുഴഞ്ഞു വരുമ്പോ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക. നേരത്തെ നമ്മൾ സവാള ഒന്ന് കുഴഞ്ഞു വരാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ്. അപ്പൊ ഉപ്പ് പാകത്തിന് നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ എന്നും ഒരേ രീതിയിൽ ഞാനിവിടെ കിട്ടുമ്പോ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ വറുത്തരച്ച് കറി പോലെ ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കും. അതുപോലെ മസാല തേച്ചതുപോലെ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കൂന്തലൊക്കെ ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റാ. അപ്പൊ ഇടയ്ക്കൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്ന് എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ഒരു കിഴി പോലെ തയ്യാറാക്കാന്ന്, വാഴയില വാട്ടിയിട്ടൊക്കെ തയ്യാറാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇപ്പൊ ആ മസാല ഒന്നും കൂടെ നമ്മളെ തക്കാളിയും സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഗരം മസാല പൗഡറും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ആ സമയം നമുക്ക് വേണമെങ്കിൽ ആ ലിഡ് ഒന്ന് തുറന്ന് ശ്രദ്ധയോട് കൂടിയിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പൊ ഞാൻ വാഴയില വെട്ടിക്കൊണ്ടുവന്നു കേട്ടോ. വാഴയില നാക്കില തന്നെ എടുത്തത്. അതൊന്ന് വാട്ടട്ടെ. ആ അടുപ്പത്ത് കുറച്ച് നേരത്തേക്ക് ഞാൻ ആ മസാലയുടെ പാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ എന്ത് ചെയ്തു, ആ വാഴയില വാട്ടിയെടുത്തു. ഇനി നമ്മുടെ ഫ്രൈ ചെയ്തതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ഓവറായിട്ട് വെന്തു പോകും. അപ്പൊ അതൊന്ന് മാറ്റി. അപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഇളക്കലും കഴിഞ്ഞ് നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത കൂന്തള് നമ്മൾ ഈ മസാലയ്ക്ക് ഇട്ട് ഒന്നും കൂടെ നിറച്ച് വെച്ച് വേവിക്കാം. ഈ മസാലയും കൂന്തളും കൂടെ ഒന്ന് ഒരു യോജിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ഇല എടുത്ത് അതിലേക്ക് ഈ തയ്യാറാക്കിയത് നമ്മളുടെ കൂന്തള് മസാലയും ചേർത്തിട്ട് കെട്ടി വെക്കുക. നവാനാര് കൊണ്ട് കെട്ടി വെച്ചു. ഇനി നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ കിഴി അതിലേക്ക് വെച്ച് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ കൂന്തൽ കിഴി. ഇതിലിനി വേണ്ടവർക്ക് എന്ത് ചെയ്യാം, കുറച്ച് നാളികേരപ്പാലും കൂടെ ചേർത്ത് കിഴി കെട്ടിയിട്ടും വെക്കാം കേട്ടോ. അങ്ങനെയും ചെയ്താൽ ടേസ്റ്റ് ആണ്. ഞാനിപ്പോ അതൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് പല രീതിയിലും നമുക്ക് ചെയ്യാലോ. ടേസ്റ്റ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിൽ വ്യത്യാസം വരുത്തിയൊക്കെ ചെയ്യാം. ഞാനിപ്പോ നാളികേരപ്പാൽ ചേർത്തിട്ടില്ല, അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ നമ്മൾ ഈ കിഴി കെട്ടുന്ന സമയം അല്ലെങ്കിൽ മസാല തയ്യാറാക്കുന്ന സമയം കട്ടപ്പാലില്ലേ നാളികേരത്തിന്, അതെടുത്ത് തയ്യാറാക്കാം. അപ്പൊ നമ്മുടെ കൂന്തൽ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടല്ലോ. ഓക്കെ, ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ.